പിന്നെ ഇത് നമ്മളെ ബി ടി എം ഫസ്റ്റ് തന്നെ നമ്മളെ പിന്നെ സ്റ്റോപ്പ് ആൻഡ് ഷോപ്പ് പിന്നെ മാളിൻ്റെ തൊട്ടടുത്തായിട്ട് നല്ലൊരു പിന്നെ കോർണർ കഫേയാണത്. നല്ല അടിപൊളി നല്ല സ്റ്റൈലിൽ ഉണ്ടാക്കിയത്. ഇതിന് ഡെപ്പോസിറ്റ് വരുന്നത് ഇത് ഇത്രയും 1 2 ഞാൻ താഴെ 2 ഷട്ടർ, അതേപോലെ തന്നെ പിന്നെ മുകളിലേക്ക് ഒരു ഷട്ടർ, മുകളിലേക്ക് ഒരു റൂം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. കസ്റ്റമർ ഉണ്ടായിട്ടാണെന്ന് ഇതാണ് ഇതിലുള്ള സാധനങ്ങളൊക്കെ കണ്ടോളി. വിലയും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഈ ചട്ടിൽ ചിക്കൻ ആണെന്നതിനെ പൊരിയാണല്ലോ. ഇത് ജ്യൂസ് ബാറല്ല, അത് ജ്യൂസ് ബാർ. പിന്നെ 1 2 3 ടേബിള്, ഇങ്ങനെ 3 ടേബിളും അതിൻ്റെ മുകളിൽ കൂടിക്കളുടെ നല്ല സൗകര്യമുള്ളൊരു സ്ഥാപനമായിട്ടത്. ഇതാണ് മറ്റേ ഷവർമ ഉണ്ട്. ഇതൊക്കെ ലൊക്കേഷൻ എവിടെയെന്ന് വെച്ചാൽ ഇതാണ് ആ മാൾ കേട്ടോ. ഇത് മാളിൻ്റെ എക്സിറ്റ് അത്. ഇത് ടെമ്പററി ക്ലോസ് ചെയ്തിട്ട് ഇവിടെ എന്തോ കംപ്ലീറ്റ് ആയിട്ട് ടെമ്പററി ക്ലോസ് ചെയ്താണ്. ഇതിൻ്റെ മെയിൻ എൻട്രൻസ് വരുന്നത്, അതായത് ഇതിൻ്റെ വാടക വരുന്നത് 35,000 റുപ്യ. പിന്നെ ഡെപ്പോസിറ്റ് 2 ലക്ഷം റുപ്യ. ഈ 35 വാടകയിൽ ഈ സാധനം ഇതൊക്കെ ഇതിൽ പെട്ടതാണ്. ഇതൊക്കെ പുറത്ത് കൊടുത്താൽ ഇതിലേകദേശം 26 റുപ്യ പിന്നെ ഇവർ കൊടുക്കും. ഈ കൊത്തറൊട്ടി, കൊൽക്കത്ത കൊത്തറൊട്ടി പറഞ്ഞിട്ട് 26 റുപ്യ. ബാക്കി 11 റുപ്യ റെൻറ്റ് വരുന്നുള്ളൂ. വലിയ ഷട്ടറാണ്. ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ശരിക്കും ഇതിപ്പോൾ പണിയെടുത്ത് കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ ഏകദേശം 12 ലക്ഷം റുപ്യയാണ് ഇതിന്മേ ഇറക്കിയത്. അത് 2 ഷട്ടർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് മുകളിൽ കൂടി എടുത്ത് സ്വിച്ചിങ്ങൊക്കെ കൂട്ടി. ഇത് പിന്നെ ഗിരിയാസ് മറ്റേ ഇലക്ട്രോണിക്സിൻ്റെ ഹോം അപ്ലയൻസസിൻ്റെ അറിയപ്പെടുന്ന ഔട്ട്ലെറ്റുകളാണ്. ഇതാണ് നമ്മുടെ മെയിൻ റോഡ്. മെയിൻ റോഡിൽ ഇത് സ്റ്റോപ്പ് ആൻഡ് ഷോപ്പ് മാള്, അതിൻ്റെ അവിടെ നിന്നുള്ള ലെഫ്റ്റിലാണ്. പിന്നെ ഇതിന് ഭയങ്കര ഫ്യൂച്ചർ ഉണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ കാണുന്ന സ്ഥലമാണ് മെട്രോ വരുന്നത്. മെട്രോ സ്റ്റേഷൻ വരുന്നത് BTM മെട്രോ സ്റ്റേഷൻ വരുന്നത് ഈ സ്ഥലത്തേക്ക് 4ാമത്തെ പില്ലർ. ഇപ്പോൾ 4ാമത്തെ പില്ലറാണ് മെട്രോ സ്റ്റേഷൻ വരുന്നത്. അപ്പോൾ ഈ BTM ഫസ്റ്റ് സ്റ്റേജിലുള്ള ആളുകൾ, സെക്കൻഡ് സ്റ്റേജിലുള്ള ആളുകൾ ഒക്കെ വരുന്ന വഴിയാണ്. ഇത് റെസിഡൻഷ്യൽ ഏരിയയാണ്. പിന്നെ ഒരുപാട് IT കമ്പനീസുള്ള ഏരിയയാണ്. ഇപ്പോൾ ഇവിടെ ഈ ആളുകൾക്ക് മൊത്തം പോകാനുള്ള ആക്സിഡൻസിൻ്റെ ഫ്രണ്ട് കൂടിയുള്ളൂ. പിന്നെ ഫ്യൂച്ചറിൽ പറയാൻ, കാരണം മെട്രോ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആ മെട്രോക്കുള്ള ആളുകൾക്ക് പോകുന്ന വഴി ഇതാണ്. ഈ വഴിയുടെ റെസിഡൻഷ്യൽ ആൾക്കാർ മൊത്തം പോകാം. കാരണം വേറെ റോഡില്ല. അത് കണക്ട് ചെയ്യുന്ന അതൊരു വലിയ ഫ്ലാറ്റാണോ. നല്ല പണി അറിയുന്ന ആളുകൾക്കില്ലല്ലോ, എന്നാലും ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് നല്ല സ്ഥലമാണ്. കാരണം ഇങ്ങനത്തെ ഒരു കോർണർ ഷോപ്പ് തന്നെ വളരെ റെയറായിട്ടേ കിട്ടുള്ളൂ. നമുക്ക് തന്നെ ബിൽഡിങ്ങിൽ 10 സ്ഥലത്ത് കോർണർ ഷോപ്പ് ഉണ്ടാവില്ല. ഒരു സ്ഥലത്തിൽ 1 2 സ്ഥലത്തിൽ കോർണർ ആവുള്ളൂ. 4 സ്ഥലത്ത് മാക്സിമം. നല്ല ഏരിയ ആണ്. ആൾക്കാർക്ക് നല്ല ക്രൗഡുള്ള ഏരിയയാണ്. ശരിക്കും ഇവിടെ സൺഡേസിലല്ല ക്രൗഡ്, ഇവിടെ വർക്കിംഗ് ഡേയ്സിലാണ് ക്രൗഡ് കൂടുതലുണ്ടാവുക. കാരണം അങ്ങനത്തെ ഒരു ഏരിയയാണ്. ഇതാണ് ആ ഷോപ്പ്. നല്ല ഷോപ്പാണ്. പിന്നെ വാടക 11 റുപ്യേന് വാടക വരുന്നുള്ളൂ. താഴെയും പേര് ഇവർ തുടങ്ങിയിട്ട് ഇപ്പോൾ 3 മാസമായിട്ടുള്ളൂ. മുപ്പർക്ക് അവിടെ ഗൾഫിൽ പിന്നെ ബിസിനസ് സ്ഥാപനങ്ങളൊക്കെയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പം പെട്ടെന്ന് നടത്തിൽ അർജൻറ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഇത് കൊടുക്കുന്നത്. കച്ചവടം നല്ല ആയി വരുന്നുണ്ട്. ഇപ്പോൾ 10 റുപ്യേൻ്റെ 10 to 15 റുപ്യേൻ്റെ കച്ചവടം ആയി തുടങ്ങിയത് 3 മാസമായിട്ടുള്ളൂ. പിന്നെ ഇവിടെ ഇങ്ങനത്തെ ഒരു കഫേ ഇവിടെ ഇല്ലാന്ന് നല്ല പിന്നെ പൈസ ഉള്ള ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാട്ടത്. പിന്നെ എന്താ വെച്ചാൽ നല്ല IT-കാരൊക്കെ വർക്ക് ചെയ്ത IT-കാരൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്. പിന്നെ നമ്മൾ ലൈവിനെ കുറിച്ച് ഇത് കൂടുതൽ നമ്മളെല്ലാ റീൽസിൽ പറയുന്നത് പോലെ തന്നെ ലൈവ് നമ്മൾ ഇടുന്നത് ആ ഷോപ്പിൻ്റെ അന്വേഷണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ലൈവ് ഇടുന്നത്. പിന്നെ ഷോപ്പുമായി ബന്ധപ്പെട്ട ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെ ആളുകൾ കാണിച്ചു കൊടുക്കാനുമാണ് ലൈവ് ഇടുന്നത്.
കാരണം നമുക്ക് 2 ദിവസം മുമ്പ് ലൈവ് ഇട്ടിട്ട് ശേഷം 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ റീൽസില്ല. അതെന്താണെന്ന് വെച്ചാൽ എടുക്കുന്ന ആളുടെ സെക്യൂരിറ്റിക്കാണ്. ഈ ഷോപ്പിനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഫോളോവേഴ്സ് നമ്മൾ അറിയിക്കാറുണ്ട്. അതുപോലെ അനുസരിച്ച് നമ്മൾ അതിനൊരു ആക്ഷൻ എടുക്കാറുണ്ട്. ഒരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നന്നായി കൊണ്ടുപോകാൻ കഴിയുന്ന നമ്മൾ റീൽസിനും ഇല്ലെങ്കിൽ ആ റീൽസ് നമ്മൾ പിൻവലിക്കുക ചെയ്യാം. പിന്നെ അതാണ് ഷോപ്പ് കേട്ടോ. ഷോപ്പിനെ കുറിച്ച് വേറെ ഒന്നും പറയാനല്ല, 16 പാടിയുള്ളൂ. കഫയാണ്. പിന്നെ ഈ നിങ്ങൾ പരമാവധി ഈ ലൈവ് ഷെയർ ചെയ്തിട്ട് റീൽസ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, പേജ് ഷെയർ ചെയ്യുക. കാരണം നമ്മൾ ഷെയർ ചെയ്യുന്നത് ചിലപ്പോൾ നമ്മൾ അയൽവാസി ഉണ്ടാവും, അയൽവാസിയുടെ സ്ഥാപനം ഉണ്ടാവും, ചിലപ്പോൾ നമ്മൾ കുടുംബക്കാരുടെ സ്ഥാപനം ഉണ്ടാവും, ചില കുടുംബക്കാരുടെ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ വിൽക്കാൻ പറ്റും. ലോകത്തിലെ സകല ആൾക്കാരും അറിഞ്ഞാൽ നമ്മൾ മാത്രം അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ആ സാധനം അപ്പോൾ അത് നമ്മൾ അറിയാൻ ഇപ്പോൾ ഇതേമാതിരി ചാനലുകൾ നമ്മൾ ചുറ്റോടത്തിലുള്ള ആളുകൾക്കും നമ്മുടെ ഫ്രണ്ട്സും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ചാനലിൽ. അപ്പോൾ വിൽക്കാണ്ട് ഇപ്പോൾ നമ്മൾ അപ്പോൾ അത് നമുക്ക് കിട്ടും. എല്ലാവർക്കും ഓരോ അവസരങ്ങൾ. അപ്പോൾ ജസ്റ്റ് വെറുതെ ഒരു ക്ലിക്ക് ഷെയറിൻ്റെ ക്ലിക്ക് ഇട്ടാൽ നമുക്ക് തന്നെ ആദ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല ഒരുപാട് സ്ഥാപനങ്ങൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഷെയർ ചെയ്ത് കൊടുക്കണേ. ലൈവ് കട്ടായെന്നറിയില്ല, എൻ്റെ ഒരു കൂളൊന്നാണ്. അപ്പോൾ ഇതാണ് സ്ഥാപനം. എന്താ ഒരു വലിയ ഷട്ടർ കേട്ടോ, നല്ല വലിയൊരു ഷട്ടർ. ഇങ്ങനെ കോർണറായിട്ട് ഇത് ഷോപ്പിംഗ് മാള്, സ്റ്റോപ്പ് ആൻഡ് ഷോപ്പ്, ഒക്കെ മോറീസ്, മെയിൻ റോഡാണ്. വലിയ വലിയ കമ്പനികളാണ് മൊത്തം. നല്ല കമ്പനികളും നല്ല സ്റ്റാഫും ഉണ്ട്, നല്ല പൈസ ആൾക്കാർ താമസിക്കുന്ന സ്ഥലമാണ്. ഒരു ടെൻഷനും ബേജാറും വേണ്ട, കച്ചറി ചൊറിയൊന്നും ഇല്ലാത്ത നല്ല സുന്ദരമായ നമ്മുടെ സ്വന്തം മടിവാള മിനി കേരള. അപ്പോൾ താല്പര്യമുള്ള ആളുകളുടെ വേഗം റീൽസ് ഇട്ടിന് ശേഷം നമ്മളെ ബന്ധപ്പെടുക. റീൽസിന് മുമ്പ് നമ്മൾ സാധാരണ ഷോപ്പ് കാണിച്ചു കൊടുക്കലില്ല. അതിൻ്റെ കാരണം ഒന്നും ഉണ്ടായിട്ടല്ല, പിന്നെ വെറുതെ നമ്മൾ ഒരു പ്രൊസീജിയർ നമ്മൾ വെച്ചിട്ട് ആ പ്രൊസീജിയർ കവർ ചെയ്ത് പോയിട്ട് കാര്യമില്ല. കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പിന്നെ നമ്മൾ ഉത്തരവാദിത്തം. ആ കാണുന്ന നമ്മളെ മെട്രോ സ്റ്റേഷൻ കേട്ടോ, പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ മെട്രോ സ്റ്റേഷൻ്റെ ഉള്ള വഴിയുടെ അടുത്ത് നല്ല ഫ്യൂച്ചർ. വേറെ എവിടെയും ഒരു കഫേ ഒന്നുമില്ല. ഇവിടെ അടുത്തൊന്നും കഫേ അല്ല, കഫേ ഐറ്റംസ് അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. നല്ല ഏരിയയാണ്. പിന്നെ അപ്പം മാക്സിമം നമ്മളെ പേജുകൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്താൽ നമുക്ക് തന്നെ ഗുണം. എല്ലാവർക്കും എല്ലാ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഇതിനൊരു ₹1,000 വ്യൂവേഴ്സ് കൂടിയുണ്ടോ, ആൾ കൂടിയുണ്ടോ നമുക്ക് കിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഇല്ലല്ലോ, സംവിധാനമില്ല, ഇൻസ്റ്റയിൽ കൊടുക്കുന്നില്ല. പിന്നെ അതുകൊണ്ട് ആളെ കൂട്ടി ഇങ്ങനെ ഇതാക്കാറില്ല. പക്ഷേ ആളെ കൂട്ടി നമുക്ക് ഒരുപാട് ആൾക്കാർ ഇട്ടിട്ട് കാര്യമില്ല. നമുക്ക് ബിസിനസ് ഓറിയൻറ്റഡായ, ബിസിനസ് ഫോക്കസ്ഡായ ആളുകളെ മാത്രമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ 20,000 ഫോളോവേഴ്സ് ഇപ്പോൾ നമ്മൾ ബാംഗ്ലൂർ മാർക്കറ്റിൽ മാത്രം ആയി. അതിൻ്റെ പിന്നെ അതിനോടനുബന്ധിച്ച് നമ്മൾ ഓരോ ഏരിയയിലും ഫിസിബിലിറ്റി സ്റ്റഡി എല്ലാ ഞായറാഴ്ച നടത്തുന്നുണ്ട്. സാധാരണ ജനങ്ങളെ കണ്ടിട്ട് ആ പ്രദേശത്ത് ഏതാണ് സ്ഥാപനം ആവശ്യമുള്ളത്, അല്ലെങ്കിൽ അവർക്ക് എന്താണ് ആ പ്രദേശത്ത് ആവശ്യമുള്ള ബിസിനസ് സംരംഭം എന്താണ്, അതിനെക്കുറിച്ച് ചെറിയൊരു അവലോകനം കിട്ടിയ വിഷയം എന്താ വെച്ചാൽ ഇപ്പോൾ 2-3 പ്രാവശ്യം നമ്മൾ 2-3 കടയിൽ പോയപ്പോൾ ഒരേ സാധനം ബരിക്കിട്ട് വെച്ചിട്ടുണ്ട്. അവിടെ ഒരു കാര്യമില്ല. ചില സമയത്ത് ഒരു എല്ലാവർക്കും ഒരേ മത്തി നമുക്ക് പിന്നെ മത്തി നമ്മൾ എടുക്കൂലേ, അപ്പോൾ മാറ്റമാണല്ലോ. അപ്പോൾ കസ്റ്റമേഴ്സ് അവിടുത്തെ ജനങ്ങളൊരു പിന്നെ ഒരു ഫീഡ്ബാക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ എല്ലാ ഓർഡറുകളും പോയിങ്ങാണ്ട് പിന്നെ എല്ലായിടത്തെ ആളുകളോട് ഓരോ ഇതുമായി ബന്ധപ്പെട്ട് ഓരോ ക്വസ്റ്റ്യനുകളും ചോദിച്ച് അവിടുത്തെ ഒരു ഫിസിബിലിറ്റി സ്റ്റഡി നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത മാസം മുതൽ പിന്നെ എല്ലാ ഞായറാഴ്ച 5 മണിക്കുമ്പോൾ ലൈവിൽ ചെയ്യുന്നൊരു പരിപാടി ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ റെഡി ആവുകയാണെങ്കിൽ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ഇതാണ് സ്ഥാപനം. താല്പര്യമുള്ള ആൾക്കാർ ഒന്ന് നോക്കി വെച്ചോളി. 2 ദിവസം കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞിട്ട് റീൽസ് ഇടാം കേട്ടോ. നല്ല സാധനം, ഒരു കുഴപ്പമില്ല. കച്ചവടം ചെയ്യാൻ കഴിയുന്നവർക്ക് കിട്ടും. പിന്നെ ഈ പറഞ്ഞാൽ എത്ര നല്ല സ്ഥലമായിട്ട് കാര്യമില്ല കേട്ടോ. നമ്മുടെ അടുത്ത് മരുന്നുമില്ല, നമ്മുടെ ഫുഡും മോശമാണ്, ഒരു രക്ഷയില്ല. 2 കാര്യം വളരെ ഇമ്പോർട്ടൻ്റ്. 3 കാര്യം ബാംഗ്ലൂർ ആകുമ്പോൾ. 1 ഫുഡ്, അത്യാവശ്യം ടേസ്റ്റും കഴിച്ചതിന് ആൾക്കാർ കയറുള്ളൂ. 2 പിന്നെ മാനേജ്മെൻറ്റ്, അതായത് പണിക്കാരെ കൺട്രോൾ ചെയ്യാൻ കഴിയണം. പണിക്കാർ സ്വന്തമായിട്ട് വേണം, നമുക്ക് പണി അറിയാം. 3 സർവീസ്, ഇത് 3ഉം കൂടി റെഡിയായാൽ മാത്രമേ ഈ ബാംഗ്ലൂരിനെ സംബന്ധിച്ച് ബിസിനസ് നടക്കുള്ളൂ. പിന്നെ ഈ ഷോപ്പ് എടുക്കുന്ന എല്ലാവരോടും പറയാനുള്ളത് എന്താ വെച്ചാൽ ദയവ് ചെയ്ത് ബിൽഡിങ്ങൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത്, ബിൽഡിങ്ങും ഒരു ക്ലാസിക് ടൈപ്പ് ഒരു നോർമൽ ടൈപ്പിൽ നിർത്തിയിട്ട് ഇൻറ്റീരിയറൊക്കെ ഒരു പാകത്തെ ഇൻറ്റീരിയർ ചെയ്യുക. കുറേ ഇൻറ്റീരിയർ ഇതാ പൈസ കിട്ടില്ല. നമ്മൾ എപ്പോഴെങ്കിലും കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ എല്ലാവർക്കും ഓർമ്മ വെക്കാനാണ് പറയുന്നത്. നമ്മൾ കൊടുക്കേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മളെ കൈ കിട്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങുന്ന ആൾ വില കാണുള്ളൂ. അതിൽ ഞാൻ ടൈലൊട്ടിച്ചിരിക്കുന്നത്, അതിൽ ഞാനിപ്പോൾ പിന്നെ പെയിൻ്റ് അടിച്ചാൽ ഒന്നും വില കൂട്ടില്ല.
അപ്പോൾ അതുകൊണ്ട് പരമാവധി പുതിയ പുതിയ ഷോപ്പുകൾ എടുക്കുന്ന ആളുകൾ അൾട്ടർ ചെയ്യുന്ന ആളുകളൊക്കെ ബിൽഡിങ്ങുമേ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ടൗൺ ഏരിയകളൊക്കെ ബിൽഡിങ്ങുമേ ഇൻവെസ്റ്റ് ചെയ്യുന്നത് പരമാവധി ഒഴിവാക്കുക. പിന്നെ അതുകൊണ്ടായിട്ടൊരു ബെനിഫിറ്റൊന്നും ഞാൻ പ്രതീക്ഷിക്കുക എൻ്റെ കാഴ്ചപ്പാടില്ല. റെസ്റ്റോറൻറ്റുകളൊക്കെ ആണെങ്കിൽ ഫുഡ് തന്നെയാണ് മെയിൻ കൺസിഡറേഷൻ, ഫുഡും സർവീസും തന്നെയാണ്. അപ്പോൾ ഞാൻ അധികം നീട്ടുന്നില്ല. അപ്പോൾ മാക്സിമം എല്ലാവർക്കും എന്ത് ചെയ്യുക, നമ്മൾ പേജ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആ പേജ് ഷെയർ ചെയ്ത് നമുക്ക് തന്നെയാണ് ഇപ്പം ഞാൻ ഷെയർ ചെയ്ത് എനിക്ക് തന്നെ കാര്യം ഗുണം കിട്ടും. എൻ്റെ അയലോകത്തെ സ്ഥാപനക്കാരും എനിക്ക് കിട്ടും, എൻ്റെ നാട്ടിലെ സ്ഥാപനക്കാരും എൻ്റെ പരിചയമുള്ള സ്ഥാപനങ്ങളുടെ കാര്യം എനിക്ക് കിട്ടുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഓരോ ഷെയറും നമുക്ക് എല്ലാവർക്കും ഉള്ള പിന്നെ പുതിയ ലൈഫിൻ്റെ തുടക്കമാണ്. അപ്പോൾ നിങ്ങൾ മറക്കാതെ എല്ലാവരും ഷെയർ ചെയ്യുക നമ്മുടെ പേജ് മാക്സിമം, അതേ പറയാനുള്ളൂ. പിന്നെ ഇതാണ് പിന്നെ ഷോപ്പ് BTM സെക്കൻഡ് സ്റ്റേജ്, BTM ഫസ്റ്റ് സ്റ്റേജ് നമ്മളെ പിന്നെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞില്ല, സെക്കൻഡ് സ്റ്റേജിൽ തുടക്കം തന്നെ പിന്നെ നമ്മളെ റെസിഡൻസ് സ്റ്റേജിലേക്ക് പോണ വഴിയിലാണ്. നല്ല ഏരിയ കേട്ടോ, നല്ല ആൾക്കാരുടെ ഏരിയയാണേ. അപ്പോൾ ഞായറാഴ്ചയാണ് ഇപ്പോൾ എല്ലാവരും പുറത്ത് പോകുന്നത്. അപ്പോൾ പിന്നെ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.